ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ വളരെ കൃത്യവും വ്യക്തവുമായ മറുപടി നൽകുകയാണ് രാഹുൽ മാങ്കൂട്ടവും PK ഫിറോസും. ഇടതു സൈബറിടങ്ങളിൽ കാണുന്ന ഹെയ്റ്റ് ക്യാമ്പയിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ മറുപടി പറഞ്ഞ ഫിറോസ് പാലക്കാടത്തെ നീലപ്പെട്ടിയും കാഫിർ സ്ക്രീൻഷോട്ടും ഉൾപ്പെടെ ഈ അവസാനമായി രാഹുൽ മാങ്കൂട്ടം SDP സ്ഥാനാർത്ഥി പിൻവലിപ്പിക്കാൻ നോക്കിയെന്നും പാണക്കാട് കുടുംബം വോട്ട് ബഹിഷ്കരിച്ചു എന്നതുൾപ്പെടെ കെട്ടിച്ചമയ്ക്കുന്ന കഥകൾക്ക് ആര് വില കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. കൂടാതെ പെൻഷൻ കിട്ടാതെ വലയുന്നവർക്ക് പെൻഷൻ കൊടുത്ത് വോട്ട് മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചു കാണിക്കണം എന്നും രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട്. കൂടാതെ ദ ഹിന്ദു പത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം തിരുത്താൻ പിണറായി തയ്യാറാകാത്ത ചോദ്യത്തിന് മാങ്കൂട്ടം പറഞ്ഞത് അത് ചോദിച്ചാൽ ഉത്തരം പറയാൻ മുഖ്യമന്ത്രിയെ കൊണ്ടാകില്ല, നിന്ന് വിറയ്ക്കും എന്നാണ്. എന്തൊക്കെ പറഞ്ഞാലും നാടിനെ സ്നേഹിച്ച ആര്യാടനെ ജനങ്ങൾ കൈവിടില്ല എന്ന് ഉറപ്പിച്ചു നൽകുകയാണ് മാങ്കൂട്ടവും ഫിറോസും. അവയൊരു ദൃശ്യങ്ങളിലേക്ക് പോകാം. ഉറച്ച പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാ വൈബും ഇവിടെ കാണാനുണ്ട്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്ലസ് പോയിന്റ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലത്ത് ഈ നാടിനെ ചേർത്ത് പിടിച്ചിട്ടുള്ള പ്രവർത്തനമാണ്. ഇപ്പം നമ്മൾ ഒരു നാട്ടിൽ ഒരു പ്രദേശവാസിയായ ഒരാൾ തിരഞ്ഞെടുപ്പിൽ ഇറങ്ങുമ്പം അയാൾ ഭയങ്കരമായി വിലയിരുത്തപ്പെടും. കാരണം അയാൾ അത്രയും കാലത്ത് അയാളുടെ ഒരു പൊതുപ്രവർത്തന ജീവിതം എങ്ങനെയായിരുന്നു നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ജനപ്രതിയൊന്നും അല്ലാതിരുന്ന കാലത്തും അദ്ദേഹം ഈ നാട്ടിൽ ദുരന്തമുണ്ടാകുമ്പോൾ ഈ നാടിനെ ചേർത്ത് പിടിച്ചൊരു പിടുത്തമുണ്ട്. അതിന് ഈ നാട് ചേർത്ത് പിടിക്കും. ഞങ്ങൾ ഹെയ്റ്റ് ക്യാമ്പയിൻസിനൊക്കെ അവഗണിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. കാരണം ജനങ്ങളതൊക്കെ വിലയിരുത്തുന്നുണ്ട്. ഹെയ്റ്റ് ക്യാമ്പയിൻസ്, വ്യാജ പ്രചരണങ്ങൾ, UDFിനെതിരെ എന്തെല്ലാം വ്യാജ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ലല്ലോ. വടകരയിൽ നമ്മൾ കണ്ടില്ലേ കാഫിർ സ്ക്രീൻഷോട്ട്, പാലക്കാടത് നീല ട്രോളിയായിരുന്നു. ഇവിടെ പിന്നെ ഈ നിലമ്പൂരിൽ തന്നെ രാഹുലിനെതിരായിട്ട് എന്തെല്ലാം പ്രചരണങ്ങളാണ്. അദ്ദേഹം SDP സ്ഥാനാർത്ഥി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അത് CPM നേതാക്കന്മാർ. അതുപോലെ ഷൈല ടീച്ചർ അടക്കം പാണക്കാട് കുടുംബം ബഹിഷ്കരിച്ചു ഇലക്ഷൻ എന്ന രീതിയിൽ ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നത് നമ്മൾ കണ്ടു, ശ്രീമതി ടീച്ചർ. അപ്പോൾ അങ്ങനെയുള്ള വ്യാജ പ്രചാരണങ്ങൾ ഒട്ടനവധി വരുന്നുണ്ട്. അതെല്ലാം ഞങ്ങൾ അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്. കാരണം ജനങ്ങൾ ഇതെല്ലാം വിലയിരുത്തുന്നുണ്ട്. ആ വിലയിരുത്തൽ ഞങ്ങൾക്ക് അനുകൂലമാകും. പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് തന്നെ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളതിൻ്റെ കൃത്യമായ കാരണമാണ്. എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായി? അവർ 4 വർഷക്കാലം മുൻപ് ഭരണപക്ഷത്തെ ഒരു MLA ജയിപ്പിച്ചു വിട്ടു. ആ ഭരണപക്ഷത്തെ MLA ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹം എന്തുകൊണ്ട് രാജിവെച്ചു? അതായത് ഒരു ഭരണപക്ഷത്തിൻ്റെ MLAക്ക് പോലും നീതീകരിക്കുവാൻ കഴിയാത്ത കൊള്ളരുതായ്മകളൊരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് ആ സർക്കാരിനെതിരായിട്ട് വോട്ട് ചെയ്യാൻ വേറെ എന്ത് കാരണമാണ് വേണ്ടത്? ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാരണമാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ പോസിറ്റിവിറ്റി. ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടി ആവുമോ? തീർച്ചയായിട്ടും ജനങ്ങൾ ഭരണത്തെ വിലയിരുത്തുകയാണല്ലോ. ഓരോ പ്രദേശത്തടക്കം തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ ഭരണത്തെ വിലയിരുത്തുകയാണ്. ആ വിലയിരുത്തലെല്ലാം ശ്രീ പിണറായി വിജയന്റെ സർക്കാരിന്റെ മാർഗ്ഗം താഴോട്ട് പോവുകയാണ്. അവസാനം 2026 ജനം ഇവാലുവേറ്റ് ചെയ്തിട്ട് ഫെയിൽഡ് എന്ന സർട്ടിഫിക്കറ്റ് പിണറായി വിജയന് കൊടുക്കും. 9 വർഷക്കാലമായി ഈ പ്രദേശത്ത് ഒരു കാലത്ത് ഈ മലപ്പുറത്തിന്റെ വികസനമെല്ലാം നിലമ്പൂരേക്ക് കൊണ്ടുപോകുന്നു എന്ന് പരാതി കേട്ടിരുന്നൊരു മണ്ഡലമാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പിതാവ് ആര്യാടൻ മുഹമ്മദിൻ്റെ കാലത്ത്. അപ്പോൾ അവിടെ നിന്ന് 9 വർഷക്കാലമായി ഈ പ്രദേശത്തെ വികസനത്തെ ഇല്ലായ്മ ചെയ്തത് ജനം വിലയിരുത്തും. പിന്നെ ഇപ്പോൾ നടക്കുന്നത് ഞങ്ങൾ പറഞ്ഞല്ലോ, 10 മാസത്തേക്ക് നിലമ്പൂരിൻ്റെ MLAക്കുള്ള തെരഞ്ഞെടുപ്പല്ല. 10 മാസത്തിനപ്പുറം കേരളത്തിൽ നിന്ന് ഈ നശിച്ച ഭരണത്തെ ഒഴിവാക്കി ഒരു ജനകീയ സർക്കാരിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ തീരുമാനത്തിൽ പ്രചോദനമേകുന്ന തെരഞ്ഞെടുപ്പാണിത്. സംശയം ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങളൊരു പ്രസ്റ്റീജ് മത്സരമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ലീഗ് പ്രവർത്തകർ വീറും വാശിയിലുമാണ്. മാത്രമല്ല, ലീഗിനെതിരെ തന്നെ ഒരുപാട് ആരോപണങ്ങൾ വന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് ചെറിയ മാർജിനിൽ ജയിച്ചാൽ പോരാ, നല്ല മാർജിനിൽ ജയിക്കണം എന്നുള്ള നല്ല വാശി ലീഗ് പ്രവർത്തകർക്കുണ്ട്. അത് പ്രചരണങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് റിസൾട്ടിലും പ്രതിഫലിക്കും. ഈ പുനഃസംഘടനയ്ക്ക് ശേഷം വരുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. യുവാക്കൾക്ക് ആവേശം കൂടിയോ? അല്ല, ഞങ്ങൾക്ക് എല്ലാ തെരഞ്ഞെടുപ്പും ആവേശം തന്നെയാണ്. അത് തൃക്കാക്കര ആയപ്പോഴും പുതുപ്പള്ളി ആയപ്പോഴും പാലക്കാടും ചേലക്കരയും വയനാടും പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും എല്ലാ തെരഞ്ഞെടുപ്പും ഞങ്ങളുടെ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ടീമിന് ഭയങ്കര പ്രചോദനവും ഭയങ്കര കോൺഫിഡൻസ് നൽകുന്ന തെരഞ്ഞെടുപ്പുകളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അങ്ങനെ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്ന പോലെയല്ല. ഇപ്പോൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ മത്സരിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പോൾ തൃക്കാക്കരയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുമ്പോൾ രണ്ടിടത്തും എനിക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. രണ്ടിടത്തും സ്ഥാനാർത്ഥിയായിട്ടാണ് എന്നെ അനുഭവപ്പെടുന്നത്. എനിക്കെന്നല്ല, ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അവരവരെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് അനുഭവപ്പെട്ടിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് തന്നെയാണ് നിലമ്പൂരിലും, ഞങ്ങൾ തന്നെയാണ് സ്ഥാനാർത്ഥി. എല്ലായിടത്തും ഞങ്ങളുടെ ഒരു യൂത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് വളരെ വിസിബിൾ ആയിരുന്നു. കാരണം യങ്സ്റ്റേഴ്സ് ഈ ഗവൺമെൻറ്റിനെതിരാണ്. യങ്സ്റ്റേഴ്സ് ഈ ഗവൺമെൻറ്റിനെ അനുകൂലിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണം പറയാനുണ്ടോ? ഇവിടെ തൊഴിൽ നിഷേധം എത്ര ശക്തമായിട്ട് നിൽക്കുകയാണ്. കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിശക്തമായിട്ടുള്ള ബ്രെയിൻ ഡ്രെയിൻ ഉണ്ട്.
അതിശക്തമായ ബ്രെയിൻ ഡ്രെയിൻ, ഭയങ്കരമായ മൈഗ്രേഷൻ. അപ്പോൾ ആ സമയത്ത് ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു പരീക്ഷ എഴുതി പാസ്സായി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, ഒരു തൊഴിൽ പരീക്ഷ എഴുതി പാസ്സായി നിൽക്കുന്ന ആളുകൾക്ക് പോലും ആ തൊഴിൽ ലഭിക്കുവാൻ മുട്ടിലിഴയേണ്ടി വരുന്ന, കയ്യിൽ കർപ്പൂരം കത്തിക്കേണ്ടി വരുന്ന, ചൂട് മണൽ കോരേണ്ടി വരുന്ന, നടുറോട്ടിൽ ചൂടത്ത് ശയനപ്രതീക്ഷ നടത്തേണ്ടി വരുന്ന, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ കൂട്ടയോട്ടം സംഘടിപ്പിക്കേണ്ടി വരുന്ന, ഇതെല്ലാം ചെയ്തിട്ടും തൊഴിൽ നിഷേധിക്കപ്പെടുമ്പോൾ മുട്ടിലിഴയേണ്ടി വരുന്ന പ്രതിഷേധങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറുപ്പക്കാരോടുള്ള വഞ്ചന തുടരുന്ന ഈ സർക്കാരിനെതിരായിട്ട് ചെറുപ്പക്കാർ സ്വഭാവമായിട്ട് സംഘടിക്കും. കുടുംബ സദസ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണം എങ്ങനെയാണ്? കുടുംബസാഹസികൾ ഇപ്പോൾ സാധാരണഗതിയിൽ UDFിൻ്റെ കുടുംബസാഹസികളുടെ എണ്ണം കുറവായിരിക്കും. പക്ഷേ ഇത്തവണ ഞങ്ങൾ നോക്കുമ്പോൾ വലിയ ക്രമാതീതമായ എണ്ണമാണ് കുടുംബസാഹസികൾ സംഘടിപ്പിക്കാൻ വേണ്ടി. കാരണം അത് കുടുംബിനികൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകൾ ഓരോ ബൂത്തിലും സ്വമേധയാ കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമൂഹത്തിലെ ഓരോ വിഭാഗം ജനങ്ങളും ഈ സർക്കാരിനോടുള്ളൊരു പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതാണ് കുടുംബയോഗങ്ങളുടെ എണ്ണമൊക്കെ കൂടാൻ കാരണമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ക്ഷേമ പെൻഷൻകാരെ കൂടെ ഇപ്പം ഇതിനൊരു പ്രചരണത്തിന്റെ ഭാഗമായിട്ട് തെരുവിലേക്ക് ഇറക്കാൻ പോവുകയാണ്. അതിന്റെ നേട്ടങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനെങ്ങനെയാണ്? തെരുവിലേക്ക് ഇറക്കുന്നവർക്ക് പെൻഷൻ കൂടെ കൊടുക്കണം. കുടിശ്ശിക കൊടുത്തിട്ട് തെരുവിലേക്ക് ഇറക്കിയ സന്തോഷമാണ്. കാരണം ഞങ്ങൾ കാരണം അവർക്ക് പെൻഷൻ കിട്ടിയാലും ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇനി ഞങ്ങൾക്കെതിരായി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പെൻഷൻ കിട്ടിയാലും ഞങ്ങൾക്ക് സന്തോഷമാണ്. അവർക്ക് കിട്ടണം എന്നുള്ളതേ ഉള്ളൂ. അത് ഇലക്ട്രൽ പൊളിറ്റിക്സിനപ്പുറമാണ്. കാരണം ഞാനൊരു ജനപ്രതിനിധിയാണ്. എത്ര മനുഷ്യന്മാരാണെന്നറിയാം, പ്രായമായ അമ്മമാരൊക്കെ വന്നിട്ട് മോനെ മരുന്ന് വാങ്ങാനുള്ള പൈസ പെൻഷൻ കിട്ടിയിട്ട് തിരിച്ചു തരാമെന്ന് പറയുന്ന അമ്മമാരുണ്ട്. അത് കേൾക്കുമ്പോൾ വലിയ പ്രയാസം ഉണ്ടാകും. അവരുടെ ആകെ ആശ്രയം പെൻഷനാണ്. അത് നിങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾക്കെതിരായി ഉപയോഗിച്ചാലും ഇനി നിങ്ങൾക്ക് ആ വോട്ട് കിട്ടുമെങ്കിൽ വാങ്ങിക്കും. പക്ഷേ ആ സാധുക്കൾക്ക് പെൻഷൻ കൊടുക്കണം. അത്രയുള്ളൂ ഞങ്ങളുടെ ഡിമാൻഡ്. മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞ പരാമർശത്തിൽ ഇതുവരെ പിന്മാറാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. തിരുത്തങ്ങളല്ല, പിന്മാറാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, അത് തെറ്റായിട്ടുള്ള പ്രചരണമാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഹിന്ദു പത്രത്തിനെതിരായിട്ട് ഇന്നത്തെ ദിവസം വരെ CPM മുഖ്യമന്ത്രിയോ സർക്കാരോ ഒരു കേസ് കൊടുക്കാത്തത്, ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാത്തതുകൊണ്ട്? കാരണം അത്രമാത്രം ഹീനമായ ഒരു പ്രദേശത്തെ വക്രീകരിക്കുന്ന ഒരു പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നൊരു പത്രം പറഞ്ഞിട്ട് ആ പത്രത്തിനെതിരായിട്ട് എന്ത് നിയമ നടപടി എടുത്താൽ വിറയ്ക്കും.